വെൽക്കം ബാക്ക് ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോട്ടയത്താണ്. ഈ കാണുന്ന വീടിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മളൊരു 3 ദിവസത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നൊരു ഏരിയയിലേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ വലിയ പോട്ടുകളിലായിട്ട് ലോറ പെറ്റലം അതുപോലെ തന്നെ മുരയ്യ പ്ലാന്റ്സാണ് വെക്കുന്നത് കേട്ടോ. ഇവരെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുത്തിട്ട് ഒരേ ഷേപ്പിൽ വെട്ടി നിർത്താൻ വേണ്ടിയുള്ള പ്ലാനാണ്. അപ്പോൾ ഈ ഒരു ഏരിയ വരെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇവരെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. കാരണം നമ്മൾ ഈ കാണുന്ന ഈ ഒരു പോർഷൻ പെയിൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റീഫിൽ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ, കണ്ടില്ലേ, വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റീഫിൽ ചെയ്തുകൂടി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൊട്ടടുത്തേക്കാണ് മാറ്റി വെക്കുന്നത്. കാരണം ഇത് റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ദൂരത്തേക്ക് മാറ്റുന്നില്ല, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പോട്ടി മിക്സ് കിടക്കുന്നത് കേട്ടോ. കാരണം പെരാസോലി കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരത്തേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് പോവാണ്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിങ്ങനെ വരച്ചിടുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വളവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ജസ്റ്റ് ഫില്ല് ചെയ്ത് വിടുമായിരുന്നു. അല്ലേ, ഇങ്ങനെ ഫില്ല് ചെയ്ത് വിടുമായിരുന്നു. എന്നിട്ട് ഷേപ്പാക്കി പോകും. അങ്ങനെ നമുക്ക് ഈ കാണുന്ന എല്ലാം സെറ്റാണ്.